പറയുവാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഹിസ്റ്ററിയുടെ 4ാമത്തെ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് റൈറ്റ് എ നോട്ട് ഓൺ 4 വേദാസ്. റൈറ്റ് എ നോട്ട് ഓൺ 4 വേദാസ്. 4 വേദങ്ങളെ പറ്റിയിട്ടാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് വരുന്നത് ഋഗ്വേദ. ഋഗ്വേദത്തിൽ മുഴുവനും കീർത്തനങ്ങളാണ് കേട്ടോ. രണ്ടാമത് വരുന്നത് സാമവേദം. സാമവേദത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള ആചാരങ്ങളെയൊക്കെ പറ്റിയിട്ടാണ് സാമവേദത്തിലുള്ളത്. മൂന്നാമത് വരുന്നത് യജുർവേദം. യജുർവേദം എന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള ആചാരങ്ങൾ എങ്ങനെ നടത്താം, എങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാന്നുള്ള നിർദ്ദേശങ്ങളാണ് യജുർവേദത്തിൽ വരുന്നത്. അഥർവവേദത്തിൽ എന്ന് പറയുമ്പോൾ മന്ത്രവാദികളും രോഗികൾക്കും അതേപോലെ തന്നെ ശത്രുക്കൾക്കും എതിരെയായിട്ട് എങ്ങനെയുള്ള മന്ത്രങ്ങൾ യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യമാണ് അഥർവവേദത്തിൽ വരുന്നത്. മോസ്റ്റ് പോപ്പുലർ ആയിട്ട് എല്ലാവരും ഈ 3 വേദമാണ് യൂസ് ചെയ്യുന്നത്. ഋഗ്വേദ, സാമവേദ, യജുർവേദയാണ് യൂസ് ചെയ്യുന്നത്. അഥർവവേദ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, what kind of disabilities are imposed on by the later Vedic period എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അതേപോലെ തന്നെ ഈ ഒരു ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്, സ്ത്രീകൾക്ക് ലേറ്റർ വേദിക് പീരീഡിൽ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാമത് എന്ന് വെച്ചാൽ കുടുംബത്തിൽ എന്താണ് പിതൃമേധാവിത്വം ആയിരിക്കും. അതായത് ഇപ്പം കല്യാണം കഴിച്ചു പോയ കുടുംബത്തിലായാലും ശരി, ജനിച്ച കുടുംബത്തിലായാലും ശരി, ആ അച്ഛന്മാരായിരിക്കും കാര്യങ്ങളെല്ലാം നോക്കുന്നത്. സ്ത്രീകൾക്കും അമ്മമാർക്കും ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അവിടെ കൊടുത്തിരുന്നില്ല. രണ്ടാമത് പുരുഷന് കീഴ്പ്പെട്ട് വേണം സ്ത്രീകൾ ജീവിക്കാനായിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്ത് ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ട് വേണം ജീവിക്കാൻ. ഭർത്താവ് എന്ത് പറഞ്ഞാലും അതനുസരിക്കണം. അതേപോലെ തന്നെ ബഹുഭാരിത്വം ഉണ്ടായിരുന്നു. ഭർത്താവിന് ഇഷ്ടം പോലെ കല്യാണം കഴിക്കാം. അപ്പൊ ഭാര്യ അതനുസരിച്ച് മിണ്ടാതിരിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എന്താണ് പിന്തുടർച്ച അവകാശം ആർക്കില്ല, സ്ത്രീകൾക്ക് പിന്തുടർച്ച അവകാശം ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീകളെ വളരെ ചെറുപ്രായത്തിൽ തന്നെ പിടിച്ച് കല്യാണം കഴിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇത്രയും പ്രശ്നങ്ങളാണ് ലേറ്റർ വേദിക് പീരീഡിൽ സ്ത്രീകൾ പ്രധാനമായിട്ടും അനുഭവിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് 4 വർണ്ണ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ വർണ്ണ സിസ്റ്റം എന്താണെന്നറിയാം. അതായത് ജനങ്ങളെ അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ 4 വർണ്ണങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പം വർണ്ണ സിസ്റ്റം എന്താന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ആളുകളെ എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ ഓരോ ആളുകൾക്കും ഓരോ വർണ്ണത്തിൽ പെടും. അങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇന്ന് ഞാൻ ക്ഷത്രിയനാണ്, അതായത് ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, എനിക്ക് കുറച്ച് വേദങ്ങൾ പഠിക്കണം എന്നൊരു താല്പര്യത്തോടു കൂടി ഞാൻ വേദം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ബ്രാഹ്മണനായി. ഇപ്പൊ ഞാൻ ബ്രാഹ്മണനാണ്, എനിക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ഞാൻ നേരെ യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്താണ് ക്ഷത്രിയന്മാരുടെ കീഴിൽ പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും ക്ഷത്രിയനായിരിക്കും. അപ്പൊ നമ്മുടെ ജോലി എന്താണോ ആ ജോലിയുടെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഈ ഒരു ജാതി മതം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ 4 വർണ്ണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത് ബ്രാഹ്മണന്മാരുടെ കാര്യം എന്താണ്, ഇവന്മാർ എപ്പോഴും പൂജ കാര്യങ്ങൾ മാത്രം ചെയ്യും. രണ്ടാമത് വരുന്നത് ക്ഷത്രിയന്മാർ രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകളാണ്. മൂന്നാമത് വരുന്നത് വൈശ്യരാണ്. വൈശ്യർ എന്ന് വെച്ചാൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. നാലാമത് വരുന്നത് ശൂദ്രനാണ്. ശൂദ്രയുടെ മെയിൻ ജോലി എന്ന് വെച്ചാൽ അടിമപ്പണിയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് 4 വർണ്ണ സിസ്റ്റത്തിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി വേദിക് പീരീഡിനെ പറ്റിയിട്ട്. ഏർലി വേദിക് പീരീഡിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തെ ഋഗ്വേദത്തിന്റെ കാലഘട്ടങ്ങൾ എന്നാണ് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നുകാലികളെ മേയിച്ച് നടക്കലായിരുന്നു മെയിൻ ആയിട്ടുള്ള അവരുടെ ജോലി എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ആയിട്ടുള്ള സമ്പത്ത് എന്ന് വെച്ചാൽ മൃഗസമ്പത്താണ്. അപ്പം നമ്മുടെ പുരോഹിതന്മാർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് അവർ എന്ത് കൊടുക്കും, ഈ ഒരു മൃഗസമ്പത്ത് തന്നെയാണ് കൊടുക്കുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ പണ്ട് ഗോത്രങ്ങളായിട്ടായിരുന്നു തരംതിരിച്ചിരിക്കുന്നത്. ഈ ഗോത്രങ്ങൾക്കിടയിൽ എപ്പോഴും അടിയൊക്കെ നടക്കും. ഈ ഗോത്രത്തിന്റെ തലവനെ നമ്മൾ ഗോപൻ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തെ ഒരു പ്രധാനപ്പെട്ട സ്വർണ്ണ നാണയത്തെയാണ് നമ്മൾ നിഷ്ഠ എന്ന് പറയുന്നത്. അവര് പ്രകൃതി ശക്തിയെയാണ് ആരാധിച്ചിരുന്നത്. ദൈവങ്ങളായിട്ട് പ്രകൃതി ശക്തിയാണ് ആരാധിച്ചത്. നമ്മൾ പറഞ്ഞു അഗ്നി, കടല് ഒക്കെയാണ് അവരവരുടെ പ്രകൃതി ശക്തിയായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇന്ദ്രനായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ദൈവം. ഇത്രയും കാര്യങ്ങളാണ് ഏർലി വേദിക് പീരീഡിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ വേദിക് ലിറ്ററേച്ചർ. വേദിക്കിലെ ലിറ്ററേച്ചർ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണങ്ങൾ ഉണ്ടായിരുന്നു, ആരണ്യങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ 4 വേദങ്ങളുള്ള സാമവേദം, യജുർവേദം, അഥർവേദം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മഹാഭാരതം, അതേപോലെ തന്നെ രാമായണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേദിക് ലിറ്ററേച്ചറിൽ വരുന്ന ആ കാര്യങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. സോ എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഗൈഡ് വായിക്കണം. എന്തായാലും നെക്സ്റ്റ് ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസിസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ.